വാഹനാപകട കേസിൽ 11 മാസമായി ജയിലിൽ കഴിഞ്ഞ മലയാളിക്ക് സൗദി പൗരന്റെ കാരുണ്യത്താൽ മോചനം. കൊട്ടാരക്കര സ്വദേശി സാം ജോസഫിനാണ് അപ്രതീക്ഷിതമായി മോചന വഴി തുറന്നുകിട്ടിയത്. 65,000 റിയാൽ നൽകേണ്ട കേസിൽ സ്വന്തം തൊഴിലാളി അല്ലാതിരുന്നിട്ട് പോലും ദമാമിലുള്ള അബ്ദുൽ അസീസ് അൽ ഗാംദി എന്ന പൗരനാണ് ജാമ്യം നിന്ന് സാമിന്റെ ജയിൽ മോചനം സാധ്യമാക്കിയത്. ദമാമിലെ ഖത്തീഫിൽ ഒരു വീട്ടിൽ ഡ്രൈവറായ സാം 1.5 വർഷത്തിന് മുമ്പ് നടന്ന ഒരു അപകടത്തിന്റെ പേരിലാണ് ജയിലിലായത്. വനിതയായ സ്പോൺസറും ഒത്തുപോകുന്നതിനിടയിൽ സാം ഓടിച്ചിരുന്ന കാറിനു പിന്നിൽ സൗദി പൗരൻ ഓടിച്ച വാഹനം ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്താൽ കാർ 2 പ്രാവശ്യം മറിയുകയും സ്പോൺസർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തുക്ബ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ സാമിനെ കുറ്റക്കാരനിലെന്ന് കണ്ട് വിട്ടയച്ചു. സ്പോൺസർക്ക് നഷ്ടപരിഹാര തുകയും ലഭിച്ചു. അവധിക്ക് നാട്ടിൽ പോകണമെന്ന് സാം ആവശ്യപ്പെട്ടതോടെ നേരത്തെ നടന്ന അപകടത്തിന്റെ ഇൻഷുറൻസ് തുക 25% കുറച്ചാണ് ലഭിച്ചതെന്നും ആ തുക ലഭിച്ചാലല്ലാതെ നാട്ടിലേക്ക് അയക്കില്ലെന്നും സ്പോൺസർ അറിയിച്ചു. ഗത്യന്തരമില്ലാതെ ലേബർ കോടതിയിൽ പരാതി നൽകാൻ ശ്രമിച്ച സാമിനെ സ്പോൺസർ തന്റെ സ്വാധീനം ഉപയോഗിച്ച് ജയിലിലടപ്പിക്കുകയായിരുന്നു. സാം ജയിലിൽ കഴിയുന്ന വാർത്ത മീഡിയ 1 നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. 3 മാസങ്ങൾക്ക് മുമ്പ് കോടതിയിൽ ഹാജരാക്കവേ സാമിന് ജാമ്യം നിൽക്കാൻ ആളുണ്ടെങ്കിൽ പുറത്തിറങ്ങാമെന്ന് കോടതി അറിയിച്ചു. കേസിനെക്കുറിച്ച് പഠിച്ച സാമൂഹിക പ്രവർത്തകൻ കബീർ സുഹൃത്തായ അബ്ദുൽ അസീസ് അൽ ഗാംദിയുടെ സഹായം തേടുകയായിരുന്നു. كلمني عن موضوع جوزيف كيف جاء صار له حادث وكيف جاء لما كان في الراكة وكذا. فرحت أول شيء سجن القطيف استفسرت إيش موضوع جوزيف. فقالوا لي هو بس مطلوب عليه كفالة ويطلع لكن لازم تراجع بعدين المحكمة وتكون كفالة حضورية وغرامية. സാമിന്റെ പേരിലുള്ള കുറ്റം വ്യാജമായി ചമച്ചതാണെന്ന തെളിവുകളാണ് നിലനിൽക്കുന്നതെന്നും ഇതിനെ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചോദ്യം ചെയ്യുന്നതിനുള്ള ശ്രമങ്ങളാണ് തങ്ങൾ നടത്തുകയെന്നും എം കബീർ പറഞ്ഞു. ഒരു വശത്ത് നിയമവിരുദ്ധമായ കേസുകൾ വർദ്ധിക്കുമ്പോൾ മറുഭാഗത്ത് നീതിക്കുവേണ്ടി സൗദി പൗരൻ തന്നെ രംഗത്തു വന്നത് പ്രവാസികൾക്ക് ഏറെ പ്രതീക്ഷയാണ് നൽകുന്നത്. സാജിദ് ആറാട്ടുപുഴ, മീഡിയ 1, ദമാം.